ഓൺ ദ വേ ടു ഓഫീസാണ്. അപ്പം നിങ്ങളെ കിട്ടിയ സ്ട്രീറ്റ് തന്നെ തരുമ്പോൾ അളിയാ ഇന്ന് മറ്റേ പീസില്ല, മറ്റേ പീസിന് അത് ബസ് കിട്ടിയില്ല, നേരത്തെ പോയി, അതുകൊണ്ട് ആ പീസില്ല. അല്ലെങ്കിൽ ആ പീസ് കൂടെ കാണണ്ടേ. പക്ഷെ ഇതൊന്നും അല്ല നിങ്ങൾ കാണുന്നത്. അവിടെ പോയി ഷിഫ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ അരമണിക്കൂറിലും വന്നിട്ട് എന്തെങ്കിലും തിന്നുക, കുടിക്കുക, ഉറങ്ങുക, ഇതൊക്കെ നിങ്ങൾ കാണുക. ഒരു ഹെക്ടിക് ഡേ ആയിരിക്കും. തിന്നാൻ വേണ്ടിയിട്ടാണ്. അതെ, ഓഫീസിൽ പോകുന്നത് തിന്നാൻ വേണ്ടിയിട്ടാണ്. കാര്യം നമുക്ക് ഫുഡല്ല, സ്നാക്സ് ഉണ്ട്. നമ്മൾ അവിടെ വരുന്ന ഓരോ പുതിയ കുട്ടികളോടും പറയുന്നതാണ് മാക്സിമം ഫുഡ് യൂട്ടിലൈസ് ചെയ്യാം. ഞങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഫുഡായിട്ട് പേരിന് കൊണ്ടുപോകുന്നല്ലാണ്ട് അവിടുത്തെ സ്നാക്സ് ഇതാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ടിപ്പിടുന്ന പൈസയല്ലേ, ടിപ്പ് കിട്ടുന്ന പൈസയാണ്. അതാണ് ഞങ്ങൾക്ക് അവിടെ സ്നാക്സ് ആയിട്ട് തരുന്നത്. ടിപ്പായിട്ട് ഞങ്ങൾക്ക് തരുന്നില്ല. അപ്പൊ നമ്മളത് മുതലാക്കണ്ടേ? ഏത് തനി മലയാളി. നമ്മളൊന്ന് മേക്കപ്പ് ചെയ്യാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുക്കാറ് എല്ലാവർക്കും. പക്ഷെ എനിക്ക് എല്ലാം ഷടപടി. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് അത് അവള് ബുദ്ധിപരമായെല്ലാം ഇരിക്കുന്നു. വർക്ക് ഹാർഡ് അല്ല, വർക്ക് സ്മാർട്ട്. 5 മിനിറ്റ് റെഡിയാവും. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ വരിക, ഐലൈനർ എഴുതുക, പറ്റുകയാണെങ്കിൽ പിരിവൊക്കെ എഴുതും, പുട്ടിയൊക്കെ ഇടും. പക്ഷെ ഇന്ന് പുട്ടിയിടാനൊന്നും സമയമില്ല. ഓൾറെഡി നമ്മുടെ മുടി ഇന്ന് ഹെയറിങ് ആയതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും അതിനെപ്പറ്റി ചിന്തിക്കാനില്ല. പക്ഷെ നമുക്ക് പുട്ടപ്പ് പറ്റില്ല, അല്ലെങ്കിൽ പോണിറ്റെയിലൊന്നും പറ്റില്ല. അല്ലെങ്കിൽ ലൂസ് ഹെയർ വേണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെയായിട്ട് പുട്ടപ്പ് ചെയ്യണം, കറക്റ്റ് തലയുടെ മുകളിൽ. അതുകൊണ്ട് കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് അതാണ് ഞാൻ പുട്ടപ്പ് ചെയ്യാനും മടിക്കാറ്. നമുക്ക് ഈ ലിപ്സ്റ്റിക്കിന് കുറേ ഫാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഏതാണെന്ന് പറയാവേ. നല്ല രസമില്ലേ? ഒന്നും ചെയ്തില്ലെങ്കിലും ഈ ലിപ്സ്റ്റിക്ക് മാത്രം നിങ്ങൾ ഇട്ടാൽ മതി. ലിപ്സ്റ്റിക്കിൻ്റെ പേരാണ് മെബിലിൻ സൂപ്പർ സ്റ്റേ വിനൈൽ ഇൻ ദ ഷെയ്ഡ് അൺറിവാലിഡ് 30 കണ്ടോ? ഓക്കെ, നമുക്ക് നെയിൽസ് മസ്റ്റാണ്. എൻ്റെ നെയിൽസ് ഇതാണ്. നമുക്ക് എന്നാൽ സ്വന്തമായിട്ട് ചെയ്തതാണ്. ഇവിടെ വേറൊരാൾ പുറത്ത് പോയി ചെയ്തത് പൊട്ടിപ്പോയി. സ്റ്റിൽ ഞങ്ങൾക്ക് നെയിൽസ് ഭയങ്കര മസ്റ്റാണ്. എല്ലാവർക്കും നെയിൽസ് ക്ലീൻ ആയിരിക്കണം. നെയിൽ പോളിഷ് എല്ലാ ദിവസവും മാൻഡേറ്ററി ആണ്. അപ്പോൾ എല്ലാ ദിവസവും നെയിൽ പോളിഷ് ഒക്കെ ഇടാൻ അയ്യോ പല്ലേ. ഓക്കെ, നെയിൽ പോളിഷ് ഒക്കെ ഇടാൻ മടിയുള്ളവർ എന്ത് ചെയ്യുന്നറിയോ? ഇതുപോലെ നമുക്കിന്ന് ഭയങ്കര എളുപ്പത്തിലൊരു 1 മിനിറ്റ് ഹെയർ സ്റ്റൈൽ ഉണ്ട്. നമുക്ക് സമയമില്ലല്ലോ. നമ്മൾ ജസ്റ്റ് ഹെയർ ഫ്രണ്ടിലോട്ടിടുന്നു. ഇത്രേ ഉള്ളൂ, നമ്മുടെ ഹെയർ സ്റ്റൈൽ തീർന്നു. ഇങ്ങനെ ഫ്രണ്ടിലോട്ടിടുന്നു. നമ്മളത് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ചെയ്യുന്നു, സ്ലൈഡ് ചെയ്യും. ഒരു മിനിറ്റ് നോക്കട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, ശീലമില്ലാത്തതുകൊണ്ടാണ്, പേടിക്കണ്ട. ഓക്കെ, നമുക്കിന്ന് ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ മുടി കുറച്ച് ഫ്രണ്ടിലോട്ടിടാം. അത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ചെടുത്ത് ഇവിടെ ഒരു സ്ലൈഡ് അവിടെ ഒന്ന് ക്ലിപ്പ് ചെയ്യുക. വേണമെങ്കിൽ കേൾ ചെയ്യാറുണ്ട്. കേളൊക്കെ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മളിന്ന് ലേറ്റ് ആവും. നമ്മളിത് ഇവിടെ അത്രേ ഉള്ളൂ, ഹെയർ സ്റ്റൈൽ തീർന്നു. ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ. ഞാൻ സമയമില്ലാത്ത സമയങ്ങളിലാണ് ഞാൻ എങ്ങനെ ഈ 1 മിനിറ്റ് ഹെയർ സ്റ്റൈലിലോട്ട് എത്തി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഇങ്ങനെയാണ് ഞാൻ 1 മിനിറ്റ് ഹെയർ സ്റ്റൈൽ കണ്ടുപിടിച്ചത്. നമുക്ക് പെട്ടെന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ വഴി കണ്ടുപിടിച്ച് സ്ഥിരം ഇപ്പോൾ 1 മിനിറ്റ് എല്ലാം 1 മിനിറ്റ് മേക്കപ്പ്, 1 മിനിറ്റ് ഹെയർ സ്റ്റൈൽ, ഇത് മാത്രമേ ഞാൻ ചെയ്യാം. നമുക്ക് ആദ്യം ഹെയർ സ്പ്രേ യൂസ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മാത്രം ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ മസ്റ്റ്. എന്തോ ഒരു സാധനത്തിൽ കയ്യിലോട്ട് അടിച്ച് നല്ല വേണം. എനിക്കിതാ ഇഷ്ടം. അതിടാ, ഞാൻ അതിട്ടിട്ടില്ല. നീ ഇതിടാലേ. ഞങ്ങൾക്ക് പിന്നെ ആക്സസറീസും മസ്റ്റാട്ടോ. കുറേ ഉണ്ട്. അത് മിക്കവാറും ഞാനായിരിക്കും അതല്ലായിരുന്നു. പിന്നെ ഓൾറെഡി ഒരു നമ്മൾ കേൾ ചെയ്തിട്ട് ഇത് തീർന്നിട്ട് നമുക്ക് കഥ പറയാം. ബിക്കോസ് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ടീമിലേക്ക് ചീത്തയാക്കേണ്ടി വരും. ലേറ്റ് ആവുന്നത് കുഴപ്പമില്ല,
ബട്ട് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞ സമയം കളയുന്നത് ആർക്കാണെങ്കിലും പൊളിയുമല്ലോ. ഈ കേഴ്സൊക്കെ ഇതുപോലെ എല്ലാ കേഴ്സും കാണിക്ക്. ഇവൾക്ക് ജന്മനാ കേളി ഹെയർ ഉണ്ട്. അതാ പറഞ്ഞ ഇവളുടെ കേളി ഹെയർ റൊട്ടീൻ ഞാനൊരു ദിവസം നിങ്ങളെ കാണിച്ചു തരാം. കേൾസ് ചെറിയൊരു വേവി ഹെയർ ആണെങ്കിൽ കൂടി നിങ്ങൾക്കത് കേൾസ് ആക്കി നല്ല ഡിഫൈനായിട്ട് ചെയ്തിട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും. നമ്മൾ ഓൾറെഡി ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ യൂസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രം കേൾസ് ഇതൊക്കെ ചെയ്യുക. കാര്യം സ്ഥിരം ചെയ്യുവാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അതെനിക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് കഴിഞ്ഞതിന് മുന്നത്തെ വന്നാന്ന് തോന്നുന്നു ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആ കോമ്പറ്റീഷന് നമ്മൾ ഹെയർ നല്ലോണം ഞാൻ എല്ലാ ദിവസവും ഹീറ്റ് ചെയ്യുമായിരുന്നു. സ്ട്രൈറ്റ്, കേഴ്സ്, ക്രിമ്പ് എല്ലാം ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഹെയറിൻ്റെ ഡിഫറൻസ് നമുക്ക് നല്ലോണം മനസ്സിലാവുമായിരുന്നു. ഭയങ്കരമായിട്ട് ഡാമേജ് ആയി. അതിൽ പിന്നെ അതിൻ്റെ ഗിഫ്റ്റ് എനിക്ക് ഡൈസൺ കിട്ടിയ പിന്നെ ഞാൻ പിന്നെ ഡൈസൺ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇവിടെ വരുമ്പോൾ ഇതുപോലെ ടൈമില്ലാണ്ടൊക്കെ വരുമ്പോൾ ഇതുപോലെ ഇവിടുത്തെ കേഴ്സ് കളറൊക്കെ യൂസ് ചെയ്യും. ബട്ട് കുഴപ്പമൊന്നുമില്ല. സമയം ഓൾറെഡി ലേറ്റായി, അതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി പിന്നെ ഞാൻ ബ്രേക്കിന് കാണാം. ബൈ. ഓക്കെ, അപ്പോൾ ഞാൻ കേൾസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കേൾസ് ചെയ്തിട്ട് എനിക്കത് എടുക്കാം. ഓക്കെ, പിന്നെ അങ്ങോട്ട് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഫോൺ, ക്യാമറ, വീഡിയോസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ബ്രേക്കിന് കാണാം. ബൈ. ഇന്നലെ ഉറങ്ങിയത് കഴിഞ്ഞു. ഇല്ല ഇട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും. അതാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ കാട്ടുകോഴി എന്ന് പറയും. ഞാൻ ഫേമസ് ആക്കാം കേട്ടോ. എല്ലാരും ഒന്ന് ഫോളോ ചെയ്യണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. യൂട്യൂബ് ഉണ്ടോ? ബ്രെഡ്, കോഫി. ഇന്നലെ ഞാൻ രാവിലെ ഒന്ന് ഉറങ്ങി ടേബിളിൽ. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇന്ന് കോഫി കുടിച്ചിട്ട് എല്ലാ ടേബിളിലും കയറാം. അല്ലെങ്കിൽ ഞാൻ ടേബിളിൽ ഇരുന്ന് ഉറങ്ങും. അതല്ല നിങ്ങൾ കളിയാക്കും. സ്ലീപ്പിംഗ് കുട്ടി എന്നാ വിളിക്കുന്നത്. ഈ ഒരു സാധനത്തിൻ്റെ അകത്ത് ഇത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ ലാസ്റ്റ് പീസാണ്. ബ്രെഡിൻ്റെ അകത്ത് ബ്രെഡും അതിൻ്റെ നടുക്ക് ന്യൂട്രലുണ്ട്. ഇതിൻ്റെ അകത്ത് എത്ര കലോറി? എന്നെ പുച്ഛിക്കരുത്. ഇതിൻ്റെ അകത്ത് എൻ്റെ ഒരു കൊളീഗിൻ്റെ ഡെയിലി ഇൻടേക്കിനേക്കാൾ കൂടുതൽ കലോറീസ് ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഭയങ്കരമായിട്ട് ഹെൽത്ത് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊക്കെ എങ്ങനെയും ജീവിച്ചു പോകണം, എന്തെങ്കിലും തിന്നാൻ കിട്ടണം എന്നോർത്തിട്ടാണ് എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നത്. നമ്മുടെ സെക്കൻഡ് ബ്രേക്കിൽ നമ്മൾ താഴെ വന്നേക്കാം കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടി ഹെയർ സ്റ്റൈലിൻ്റെ. ഇത് എൻ്റെ ഫ്രണ്ട് ജസ്നയുടെ കേട്ടോ. നല്ല ക്യൂട്ട് ആൻഡ് എലഗൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ രാവിലെ പോട്ടെ, കയറുന്നതിന് പിന്നെ കേഴ്സൊക്കെ ചെയ്തിട്ട് അതൊക്കെ പോയി. ഏതായാലും ഇവിടെ കേഴ്സൊക്കെ അതുപോലെ നടക്കുന്നുണ്ട്. ടോപ്പ് പോഷനിലെ കേഴ്സൊക്കെ പോയി. ഉറക്കം വേണ്ട. അടുത്ത ബ്രേക്ക് ഒന്നെങ്കിൽ ഞാൻ കിടന്നുറങ്ങും, അല്ലെങ്കിൽ എന്നെ TM വഴക്കിടും. കാര്യം നല്ല ഉറക്കം വന്നിട്ട് ടേബിളിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇരിക്കുന്നത്. ഉറക്കം വന്നത് ഇങ്ങനെ തൂങ്ങി നിൽക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പട്ടിപ്പണിയാണ്. രാവിലെ മോർണിംഗ്, പക്ഷേ എന്നാൽ സാലറിയും കുറവായിരിക്കും. നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പം നമുക്ക് ഏകദേശം €2 ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു. €1.5 €2 ഡിഫറൻസ് ഉണ്ട്. പെർ അവർ അത്രയാണെങ്കിൽ വരുമ്പോൾ അതിനനുസരിച്ച് റേറ്റിൻ്റെ വ്യത്യാസം വരില്ലേ. അതുകൊണ്ട് മോസ്റ്റ്ലി എല്ലാവരും പ്രിഫർ ചെയ്യുന്ന നൈറ്റ് ഷിഫ്റ്റാണ്. നൈറ്റ് ഷിഫ്റ്റ് കിട്ടാനും പാടാണ്. ഞാൻ വന്ന സമയത്ത് ഇവിടെ നൈറ്റ് ഷിഫ്റ്റ് ആൾക്കാരെ വേണമായിരുന്നു, അതുകൊണ്ട് എനിക്ക് കിട്ടി. അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. എല്ലാവർക്കും നൈറ്റ് ഷിഫ്റ്റിലോട്ട് മാറാനാണ് താല്പര്യം. ബട്ട് ഹെൽത്ത് ഭയങ്കര ശോകമാവും. ഞാനൊക്കെ പെട്ടെന്ന് മെലിയാൻ തുടങ്ങി, കണ്ണൊക്കെ ഫുള്ള് കറക്കാൻ തുടങ്ങി. പിന്നെന്താ, നമുക്ക് ഉറക്കം കിട്ടില്ല മര്യാദക്ക്. നമ്മൾ ഉറങ്ങുന്ന പല ടൈമായിരിക്കും. നൈറ്റ് ഷിഫ്റ്റ് ഭയങ്കര ഹെക്റ്റിക് ലൈഫ് തരും നമുക്ക്. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു വീഡിയോയിൽ. രാത്രി നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് രാവിലെ പോയി കിടന്നുറങ്ങുന്ന 7 മണി 8 മണിയാകുമ്പോൾ വീട്ടിൽ പോയി കിടന്നുറങ്ങിയെന്ന് വെച്ചോ. 2 മണി 2:30 ആകുമ്പോൾ എണീറ്റിട്ട് ക്ലാസ്സിന് പോകണം. ക്ലാസ്സിന് പോയി തിരിച്ച് വന്നതൊരു 9 മണി 10 മണിയാണ്. ഡിപ്പെൻസ് ഓൺ ദ ക്ലാസ്സസ്. അപ്പോൾ 10 മണിക്ക് തിരിച്ച് വന്നാൽ 11 മണിക്ക് ഷിഫ്റ്റാണ്.
ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു ലൈഫ് സൈക്കിൾ. ഒരു ലൂപ്പിൽ വിട്ടുപോയേക്കുക. അതുകൊണ്ട് അബ്രോഡ് പോകുന്നവർ മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല, അല്ലെങ്കിൽ അബ്രോഡ് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ അങ്ങനെ മെസ്സേജൊന്നും അയക്കാറില്ല എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ അവർക്ക് അവരുടെ ലൈഫ് പോലെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സമയമില്ല. പിന്നെ എങ്ങനെയാണ് അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത്, റിപ്ലൈ തരുന്നത്? അതാണ് സത്യം പറഞ്ഞ അവസ്ഥ. അതുകൊണ്ട് അബ്രോഡ് ലൈഫ് അത്ര അടിപൊളിയാണെന്നൊക്കെ വിചാരിച്ചെങ്കിൽ കയറി വരാൻ നിൽക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, അത്ര അടിപൊളിയല്ല. ഓക്കെ, നമുക്ക് അടുത്ത ബ്രേക്ക് എന്താവും കാണാം. ഏതായാലും ആദ്യത്തെ ബ്രേക്കിന് ഞാൻ ബ്രെഡ് നൂട്ടിലേയും കൂടി കഴിച്ചുകൊണ്ട് എനിക്ക് വിശക്കാനുള്ള, ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇതുവരെ കഴിച്ചിട്ടില്ല, കഴിക്കണം. ഏതായാലും അടുത്ത ബ്രേക്ക് കഴിക്കാമെന്ന് വിചാരിക്കണം. അടുത്ത ബ്രേക്കിന് കാണാം. നമ്മൾ ഷിഫ്റ്റ് കഴിഞ്ഞിറങ്ങി. അപ്പോൾ ജസ്നക്ക് ലോങ് നൈറ്റാണ്, അതുകൊണ്ട് അവളിപ്പോഴെങ്ങനെ ഇറങ്ങില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ പോവാണ്. ഇത്രയുള്ള എൻ്റെ ഹെക്റ്റിക് ഡേ. ഇല്ല, 3 ബ്രേക്ക് ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ബ്രേക്ക് ഫുഡ് കഴിച്ചു, രണ്ടാമത്തെ ബ്രേക്ക് താഴെ പോയി, മൂന്നാമത്തെ ബ്രേക്ക് ഞാൻ കിടന്നുറങ്ങി. ഉറക്കം ശരിയാവില്ല, ഇപ്പോഴും ഉറക്കം വരുന്നുണ്ട്, കണ്ണൊക്കെ അടഞ്ഞിരിക്കുക. ടേബിളിൽ ഇരുന്ന് ഉറക്കമായിരുന്നു ലാസ്റ്റ്. അതുകൊണ്ട് ഇത് നമ്മൾ ബസ്സിൽ കയറി വീട്ടിൽ പോകും, വീട്ടിൽ പോയി കിടന്നുറങ്ങും. ഇനി 2 ദിവസം ഓഫാണ്. സോ 2 ദിവസം അടിച്ചു പൊളിക്കാം. 2 ദിവസം എവിടെയെങ്കിലുമൊക്കെ പോകണം പുറത്ത്. കുറേ നാളായി, സമ്മറായില്ലേ, സമ്മർ ആവാൻ വെയിറ്റ് ചെയ്യായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ പോകണം, പാർക്കിലൊക്കെ പോകാൻ നല്ല രസമായി. ഇപ്പം നല്ല ക്ലൈമറ്റാണ്, ചെറിയൊരു ചൂടും നല്ല കാറ്റുള്ള തണുപ്പുള്ള കാറ്റുമൊക്കെ ഓർത്ത് ഇനിയിപ്പോൾ 2 ദിവസം ലീവിന് എവിടെയെങ്കിലുമൊക്കെ പോയി കറങ്ങണം. ഇപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കാം കേട്ടോ. ബസ് സ്റ്റോപ്പ് ബസ് വരിക, കയറി പോവാം. എനിക്കിഷ്ടം. അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.